വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റ് ആണ് കളിക്കാൻ പോണത്. നമ്മൾ വീണ്ടും മൈൻക്രാഫ്റ്റ് ആണ് കളിക്കാൻ പോണത്. കണ്ടോ, ഇവിടെയൊക്കെ ഞാൻ ഒരു സെറ്റപ്പ് അങ്ങ് ചെയ്തങ്ങ് വെച്ച് ഇതാകുമ്പോൾ മോബ്സ് ഒന്നും ആരും വന്ന് അറ്റാക്ക് ചെയ്യത്തില്ല. അങ്ങനെ ഒരു പവറാക്കിയാണ് ഞാൻ വെച്ചേക്കുന്നത്. ഈ ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് തരിക. ആ പട്ടീനെ പെറ്റാക്കണമെന്ന് കുറച്ച് നാളുകൊണ്ട് വിചാരിക്കുക. കിട്ടിയ അവസരം ഭാരയാക്കണ്ട മോനെ, അത്ര ഉള്ളൂ. തുപ്പുന്നാടാ വൃത്തിയായിട്ട സാധനം, ഇവിടെ വളിച്ച സാധനം തുപ്പുന്നാടാ. വളിച്ച സാധനം കയറി വീണോ അല്ലെങ്കിൽ തുപ്പും. കുറച്ച് മട്ടൺ വെക്കട്ടെ. നമ്മൾ എന്തുവാ വീഡിയോ എടുക്കാതെ ഇരുന്നപ്പോൾ നമ്മൾ ചെറിയ മട്ടനൊക്കെ ഇതാക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഇതാക്കിയിട്ടൊക്കെ. ഇവിടെ എന്താ, ഇവിടെ ഇനിയിപ്പോൾ എന്താ ഒരു മിനിറ്റ്. എനിക്ക് ആ സാധനം തുപ്പൂന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഈ സാധനം അങ്ങ് എടുത്ത് കളയടാ എടുത്ത്. ശരി, ഞാൻ സാധനം കളയുന്ന മറന്നുപോയില്ലേ. ഇതെടുത്ത് കള. അങ്ങനെ തന്നെ എടുത്ത് കള. ഓ അങ്ങനെ ലീശ് കിട്ടി. ഇനി പോയിട്ട് അവനെ അങ്ങ് ക്യാച്ച് ചെയ്യാം. പട്ടീനെ അങ്ങ് ക്യാച്ച് ചെയ്താലോ. ലീശ് കിട്ടി എന്തായാലും. അപ്പം ആ പാവം പട്ടീനെ ഒന്ന് ക്യാച്ച് ചെയ്യാം. ഇനി നീ എൻ്റെ മോൻ അല്ല, എൻ്റെ മോനാ എപ്പോ ഏത് കാലത്ത് നീ വേടാ പാടാ ചുണ ഉണ്ടെങ്കിൽ വേണം. അത്രേ ഉള്ളു. ഓക്കെ, നീ ഇങ്ങോട്ട് വാ. നീ ഇങ്ങോട്ട് വാടാ. തീയിലൊന്നും കയറിച്ചൊന്നും മുട്ടല്ലേ കേട്ടാ. തീയിലൊന്നും കയറിച്ചൊന്നും മുട്ടിക്കളയല്ലേ. അവൻ നമ്മുടെ മേത്ത് കുറ്റാക്കരുത്. എൻ്റെ പുറകേ വാ. അങ്ങനെ തന്നെ. നീ ഇവിടെ ഇരുന്നേ. നീ ഇവിടെ ഇരിക്കണം കേട്ടാ. എൻ്റെ അമ്മയെ രാത്രിയായ അപ്പോഴത്തേക്ക് ഒരു പട്ടീനെ ആവാഹിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ രാത്രിയായി. ആ സാധനം എന്തിനാണോ ഞാൻ എടുത്ത് അവിടെ ഇട്ടേക്കുന്നത്. പോയിട്ടെടുത്തിട്ട് വരാം. വേണ്ട, നാളെ എടുക്കാം. നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കണം ഗൈസ്. ഇങ്ങനെ അങ്ങ് വെച്ചാൽ പറ്റുമോ? നമുക്കിങ്ങനെ നമ്മുടെ സ്റ്റോറേജ് കണ്ട ഒരു സ്ഥലവുമില്ല. അപ്പോൾ നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാം. അതിന് ചെസ്റ്റ് ഉണ്ടാക്കാൻ സ്ഥലം വേണ്ടേ? എങ്ങനെ കിട്ടും? നിങ്ങളെല്ലാം കൂടെ ഇങ്ങനെ അങ്ങ് ഏറിയിരിക്കുമ്പോൾ. ഓക്കെ, നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാൻ അവിടെ തന്നെയുണ്ടോ? ഇവിടെ ഓക്കെ, നമുക്ക് ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാം. അങ്ങനെയാണ്. ഞാൻ തന്നെ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാമല്ലോ. ഇതിൽ നിൽക്കുക നമ്മൾ ഇങ്ങോട്ടും, ഇതിൽ നിൽക്കുക നമ്മൾ ചെസ്റ്റ് വെക്കേണ്ട സ്ഥലത്തോട്ടും, ഇതിൽ നിൽക്കുക ഇതാവും. നമുക്കൊരു ചെസ്റ്റും കൂടെ വെച്ചാൽ ചെസ്റ്റ് 2 ആവും. ചെസ്റ്റ് അപ്ഗ്രേഡ് ആയിട്ട് 2 ആവും. ഒരു ചെസ്റ്റും കൂടെ ഉണ്ടാക്കി അങ്ങ് വെച്ചാൽ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചത്. ഇപ്പം ഞാൻ ഒരു ചെസ്റ്റും കൂടെ ഉണ്ടാക്കി കാണിച്ചിട്ട്.
ബ്രോ ഇങ്ങോട്ട് വാ ബ്രോ, ഇങ്ങോട്ട്, അങ്ങോട്ടേക്കല്ല ഇങ്ങോട്ട് വാ ബ്രോ. ആ ഇങ്ങോട്ടേക്ക് വാ ബ്രോ. എന്താ ബ്രോ കളിക്കുന്ന ബ്രോ? ആ ഇങ്ങ് വാ ബ്രോ, ഇവിടെ ഇരിക്കും ബ്രോ. ഇപ്പൊ കണ്ട ഒപ്പം കറക്റ്റ് ഒരു ചെസ്റ്റായി മാറി. അപ്പം നമുക്ക് കുറേ സ്പേസ് കിട്ടി. കണ്ട നമുക്ക് കുറേ സാധനങ്ങൾ ഇട്ട് വെക്കാം. ഫുഡ് കളഞ്ഞു പോകുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഫുഡ് എടുത്ത് ഇവിടെ വെക്കാം. കയറൊക്കെ എടുത്ത് ഇവിടെ വെക്കാം. തുവൽ തുവൽ തുവൽ, ഐ ഡോണ്ട് ലൈക്ക് തുവൽ. സീഡ് നമ്മൾ ഫാം ഉണ്ടാക്കാൻ വെച്ചേക്കുന്നതാണ്. അതൊക്കെ എടുത്ത് നമ്മൾക്ക് സ്റ്റോറേജിൽ ഇങ്ങനെ വെക്കാവുന്നതാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്ന് മൈനിങ്ങിന് പോകണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് സബ്സ്ക്രൈബ് തരണം, എന്നാലേ മൈനിങ്ങിന് പോകത്തുള്ളൂ. ഈ വീഡിയോ കരിഞ്ഞ അടുത്തില്ല. ഞാൻ പാർട്ട് 2 ഇട്ട വീഡിയോയ്ക്ക് ലൈക്ക് സബും കിട്ടിയാലേ ഞാൻ നീ പാർട്ട് 4 ഇട്ടിട്ടുള്ളൂ. ഇതിനൊരു എന്തുവാ എന്തെങ്കിലും ഒന്നും വേണടേ. എന്തുവാ നിങ്ങൾ കളിക്കുന്നേ? ഓട്ടഞ്ഞാത്തോ? ഇവിടെ ഒരു കസാര അങ്ങ് ഇട്ട് വെക്കണം. എൻ്റെ അമ്മ പേടിച്ചു പോയല്ലേ. അവിടെ തന്നെ ഇന്നോണേ. പേടിച്ചു പോയ. നമ്മുടെ വീട് നോക്കിയേ, പൂത്താൻ പുതിയ വീട്. നമുക്ക് മൈനിങ്ങിന് പോവാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സെറ്റായ ഓർമ്മയുണ്ടല്ലേ? നമ്മൾ ഈ ചട്ടിയുടെ സാധനമൊക്കെ വെച്ചിട്ട് തലേ ചട്ടിയൊക്കെ എടുത്ത് വെച്ചേക്കുന്നു. ചട്ടിയും കുന്തോ മിന്തോ അന്തോ ഇതൊക്കെ സെറ്റാക്കി നമ്മൾ വീരന്മാരായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയുടെ ദേണ്ട വളിച്ച സാധനം നിൽക്കുന്നു. സൈഡിൽ കൂടെ പോവാം. ആ വളിച്ച സാധനം കാണണ്ട. സത്യം പറഞ്ഞാൽ അതൊരു പരച്ച സാധനം തന്നെ. ഇവിടെ കേവ് ഉണ്ടല്ലോ, ഈ കേവിനകത്തോട്ടാണ് നമുക്ക് ഇറങ്ങേണ്ടത്. കേവിനകത്തോ ഒരു കാര്യം കാണിച്ചു തരട്ടെ. ഇത്രേ ഉള്ളു. എൻ്റെ അമ്മേ, ഇത്രയും താരോട്ട് ആര് പറഞ്ഞടി ഇത്രയും താരോട്ടൊക്കെ പോവാൻ? ഈ ചോർച്ചുണ്ട കൈ. എൻ്റെ അമ്മേ, ഇത്രയും താരോട്ട് ആര് പറഞ്ഞടി ഇത്രയും താരോട്ടൊക്കെ ഇറങ്ങി ചെല്ലാൻ? ഇവിടെ ചോർച്ചൊക്കെ ഉണ്ട്. ചോർച്ച ഉള്ളതുകൊണ്ടാണ് ഏറ്റവും ഭാഗ്യം. ചോർച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ വെട്ടുപോയേനെ. നമ്മളങ്ങ് വെട്ടുപോയേനെ ചോർച്ചില്ലായിരുന്നെങ്കിൽ. അതാണ് ചോർച്ചിൻ്റെ ഉപയോഗം. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പിന്നെ പോക്കറ്റിലല്ലേ ഇട്ടേക്കുന്ന, ക്ലാസിക്കിലായി ഇട്ടേക്കുന്ന. അതുകൊണ്ട് ചെറിയ ചെറിയ ഈസി ഇതാവുന്ന പോലെ ഇത് ആവും. എനിക്ക് എന്തോത്തിനാണ് ഈ കോപ്പറൊക്കെ? എനിക്ക് അയണാ വേണ്ടേ? എനിക്കിപ്പോൾ അയണ ആവശ്യം. കുറച്ചും കൂടെ താരോട്ട് പോയാലോ? പോണോ അതോ വേണ്ടയോ? പോവല്ലേ? രണ്ടും കളിപ്പി എന്നോ കൊണ്ടൊക്കെയാണോ ഞാൻ ഈ താഴെ ഇറങ്ങാൻ പോണേ? ചാവാനാണോ ഞാൻ ഈ താഴോട്ട് ഇറങ്ങാൻ പോണേ? ഇവിടെ സ്റ്റെപ്പ് വെച്ച് തന്നെ കയറണം. എന്ത് പരിപാടി കടേ? ഇങ്ങനെ തന്നെ കയറണമെന്ന് പറഞ്ഞു. വഹിച്ച് അമ്മേ, അത്ര ഉള്ളു. ഇറങ്ങിക്കോ അത്ര ഉള്ളു. എൻ്റെ അമ്മച്ചി തറ ഇറങ്ങിയായിരുന്നെങ്കിൽ എൻ്റെ കാര്യം പോക്കായിരുന്നേനെ. തറ ഇറങ്ങിയ അത്രയും മോപ്സ് അവിടെ നിൽപ്പുണ്ട്. നിങ്ങൾ നോക്ക്, അത്രയും മോപ്സ് അവിടെ നിൽക്കുന്നേ.
തറയിറങ്ങിയ പിന്നെ കാര്യം പോക്ക. എൻ്റെ അമ്മ എനിക്ക് ഒരു പരിപാടി ചെയ്യാനുണ്ട്. ഈ ചത്ത സാധനങ്ങൾ പോവാതിരിക്കുക ഒരു വരിയുണ്ട്. ആ വരിയാണ് എനിക്കിപ്പോൾ വേണ്ടത്. ചത്ത സാധനങ്ങൾ പോകത്തില്ല നമ്മുടെ കയ്യിൽ. അങ്ങനെ ഒരു മെത്തിക്കുണ്ട്. ആ മെത്തിക്ക് ഞാൻ പോയി പഠിച്ചിട്ട് വരാം. അപ്പോഴത്തേക്കും എങ്ങാണിത് നമ്മളങ്ങനെ ആ തേങ്ങാക്കൊലയുടെ സാധനം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരെ വേൾഡിൽ കയറുക, എന്നിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ. വേറെ എന്ത് ചെയ്യാൻ? തേങ്ങ ഓടാവുന്നില്ലല്ലേ എന്ന് പറഞ്ഞ് എന്തോന്നടാ ഈ സാധനം ലോഡാവത്തില്ല. പണ്ടാരം ഓക്കെ. സർവൈവ് ഇൻവിസിബിൾ ആയ എടാ ഞാൻ ഇൻവിസിബിളായി. ഇതെന്ത് തേങ്ങ? ഞാൻ ഇൻവിസിബിളായി. ഞാൻ ഇൻവിസിബിളായല്ലേ. ഒന്ന് നിൽക്കേ, ഞാൻ സെറ്റിങ്സ് വേറെ എന്തോ കയറി പിടിച്ച് ഇരിക്കുന്നു. ഒന്ന് ചീറ്റ്സ് നോക്കട്ടെ. ഞാൻ എന്തൊക്കെയോ പിടിച്ചമർത്തിയത് എനിക്കറിയാം. എനിക്ക് വയ്യേ. സെറ്റിംഗ് സെക്യൂർ അത് അവിടെ അല്ലടാ, ഇവിടെ കയറി അടിച്ചെനിക്ക് ചീറ്റ്സ്. അവിടെ ചീറ്റ്സ് ഞാൻ ഇത് ഓഫാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ചിലപ്പോൾ നമ്മൾ ഇതാവുമായിരിക്കും. നമ്മൾ ഇൻവിസിബിളായ സോംബിക്കും ക്രീപ്പറിനും ഒക്കെ നമ്മളെ കാണാൻ പറ്റും. ആർക്കറിയാം, ചിലപ്പോൾ നമ്മൾ ഇൻവിസിബിൾ തന്നെ ആയിരിക്കും. ഇൻവിസിബിളായ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ. ഇത് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻവിസിബിളായ എനിക്കെന്തോ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഇതിനകത്ത് കീപ്പ് ഇൻവെൻറ്റർ നിൽക്കി, അത്രേ ഉള്ളൂ. ചീറ്റ്സിൽ കയറിയിട്ട് കീപ്പ് ഇൻവെൻറ്റർ നിൽക്കി, അത്രേ ഉള്ളൂ. തേങ്ങയാടാ, ഇങ്ങനെ തേങ്ങാക്കൊലയുടെ സാധനം തന്നെ കേട്ടാ. ഇത് തേങ്ങാക്കൊലയുടെ സാധനം തന്നെ ഇത് ശരിക്കും. എന്താടാ എൻ്റെ അമ്മേ, തോണ്ടില്ല നിൽക്കുന്ന. വല്ല അമ്പും ഉണ്ടായിരുന്നെങ്കിൽ ആക്സ് എടുത്ത് വെച്ചോ. ഞാൻ ഇത് ഇൻവിസിബിളായിട്ട് നിൽക്കുന്നടാ. അതെൻ്റെ പ്രശ്നം. ഞാൻ ഇൻവിസിബിളായിട്ട് നിൽക്കുന്നു. ചില സോംബിക്കും ക്രീപ്പറിനും എന്നെ കാണാൻ പറ്റത്തില്ലായിരിക്കും. വിശ്വാസമായിട്ടെടുത്തങ്ങ് ചമ്പ. അമ്മേ ദേണ്ടാ, എല്ലാണോ എന്നെ കണ്ട്. അമ്മേ ഇപ്പം അമ്പ് വിട്ട് കുതിപ്പിക്കുവാ വേട്ടാവളിയൻ. എൻ്റെ കർത്താവേ, ഞാൻ പെട്ടുപോയല്ലേ. വേണ്ടടാ, വേട്ടാവളിയന്മാരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യൂടെ? വേണ്ട, നീ എത്ര നോക്കിയാലും എന്നെ അമ്പ് വിടാൻ പറ്റത്തില്ലടാ. അമ്പ് പിടി എത്ര നോക്കിയാലും എന്നെ അമ്പ് വിടാൻ പറ്റത്തില്ലേ. അത് ഫൗൾ. എന്നെ അമ്പ് വിടാൻ പറ്റത്തില്ല. അതങ്ങനെയാ, എന്നെ അമ്പ് വിടാൻ പറ്റത്തില്ല. അത് ഫൗളാ. എല്ലാണോ എൻ്റെ മേത്ത് കയറി. എൻ്റെ അമ്മേ, ഷീൽഡിൻ്റെ പ്രൊട്ടക്റ്റ് ഉണ്ട്. ഷീൽഡിൻ്റെ പ്രൊട്ടക്റ്റ് പൊട്ട അല്ലായിരുന്നു. നിനക്ക് ഇനി പൊട്ട വട അല്ല.
ക്രീപ്പർ പോലും കൂപ്പർ, ക്രീപ്പറല്ല കോപ്പർ. എൻ്റെ അമ്മേ, നാശത്തിലേക്കാണ് നീയൊക്കെ പോണേ, നാശങ്ങളിലേക്കാണ് പോണേ. ആ എടാ സ്പൈഡറെ, നിന്നെ ഉപദ്രവിച്ച ഞാനല്ലടാ, അത് സോംബിയാ. വല്ല അമ്പും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് കീച്ചാവായിരുന്നു. തേങ്ങാക്കൊല്ലയുടെ സാധനം. എല്ലാരും നിക്കുന്നു, ഞാൻ എന്ത് ചെയ്യാനടേ? എല്ലാരും നിക്കുന്നടേ, അവിടെയാണ് അയണിരിക്കുന്നത്. എന്ത് ചെയ്യാൻ? ജോസപ്പാനുമേരി ധൈര്യമായിട്ട് ഇറങ്ങാമല്ലോ. ധൈര്യമായിട്ട് ഇറങ്ങിക്കോ, ഒരു പ്രശ്നവും ഇല്ല. ധൈര്യമായിട്ട് ഇറങ്ങിക്കോ, ഒരു പ്രശ്നവും ഇല്ല. വാടാ, നീയൊക്കെ ഇങ്ങി വാടാ. ഇങ്ങോടാ, എല്ലാവരും ഇങ്ങോട്ടാ, എല്ലാവരും ഇങ്ങോട്ടാ. എല്ലാത്തിനും അടിച്ചിട്ട് ഇങ്ങുവാ എല്ലാവരും ഇങ്ങ് വന്നാൽ മതി. അത്രേ ഉള്ളൂ. എൻ്റെ ഷീൽഡിൻ്റെ പ്രൊട്ടക്റ്റ് കാരണമാടാ ഞാൻ ഇങ്ങനെ നിൽക്കുന്നേ. എടാ, നീ എന്താ വിചാരിച്ച എന്നെ തോപ്പിക്കാനോ? ഇതാ പറഞ്ഞേ, ഒരു വിധത്തിൽ സ്കെൽറ്റന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ അമ്മയെ ഷീൽഡ് കിട്ടിയാടാ. ഷീൽഡ് പിടിക്കണം. അങ്ങനെ ഒന്നും വിടാൻ പാടില്ല, ഷീൽഡ് പിടിക്കണം. എടാ, ഇവൻ അമ്പ് വിട്ട് എന്നെയും കൂടെ ഇതാക്കില്ല ഇവൻ. ചോർച്ചയൊക്കെ ഇട്ടു. കഷ്ടമുണ്ടടാ, ഒന്ന് വന്നോട്ടടേ, കഷ്ടമുണ്ട്. നമ്മളിവിടെ വരെ എത്തി, താണ്ടിത്ത് നന്ദി ഇവിടെ വരെ എത്തി. നന്ദി ഇവിടെ വരെ എത്തി. എൻ്റെ അമ്മ ഫുഡ് എടുത്തില്ല, ഫുഡ് എടുത്തില്ല. എന്ത് ചെയ്യാൻ? എൻ്റെ അമ്മേ, എടാ വേണ്ടടാ, അത് ഫൗളാ. രണ്ടാൾക്കാരൊന്നും പറ്റത്തില്ല. സ്കെൽറ്റനും തമ്മിൽ അടി. അതല്ലേ അത് രണ്ടെണ്ണം ചത്ത. വട ധൈര്യം ഉണ്ടെങ്കിൽ ഓൾഡാ. അല്ലെങ്കിൽ ഞാൻ എവിടെ പോയാലും ഇങ്ങനെ ചമ്മു. ഇനിയോ അടിയിലേക്ക് പോണോ? അടിയിൽ ഇനിയും മോംസം ഉണ്ട്. സാരമില്ല. എൻ്റെ അമ്മച്ചി, ചോർച്ച കുത്തി വേടാ ഉണ്ണി. ആരൊക്കെയാണെന്ന് വെച്ചാ വന്നു, ഒരു പ്രശ്നവുമില്ല എനിക്ക്. ഏവം വേണമെങ്കിലും വരട്ടെ, എനിക്ക് ഒരു പ്രശ്നമില്ല. അതന്നെ, ഏവം വേണമെങ്കിലും വരട്ടെ, എനിക്കെന്ത് പ്രശ്നം? എൻ്റെ അമ്മേ, യവനെന്നെ കൊല്ലുന്നു. വാടാ, കൊല്ലാനിന്ന് വാടാ. എടാ, കുറെ നേരം ഞാൻ ഈ ഷീൽഡ് പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എങ്ങോട്ടാണ് നീ ഇങ്ങനെ കയറി പോണോ? നീ അവിടെ തന്നെ ഇരുന്നാൽ മതിയേ. ഞാൻ ഇച്ചിരി ഇതൊക്കെ എടുത്തിട്ട് വരാവേ. അവിടെ തന്നെ ഇരുന്നോ. ഞാൻ ഇച്ചിരി അയണൊക്കെ പറക്കിയിട്ടങ്ങ് വരാം. എങ്ങനെ പറഞ്ഞതുപോലെ ഞാൻ ഇച്ചിരി അയണൊക്കെ പറക്കിയിട്ടങ്ങ് വരാവേ. അങ്ങനെ അയൺ കിട്ടി. പക്ഷെ അയൺ ഇങ്ങോട്ടാണെങ്കിൽ അതാരില്ല. ഒരുത്തനും മെലിച്ചില്ലല്ലോ, അപ്പോൾ പേടിക്കേണ്ട.
വരും 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 വരും. ഇങ്ങനെ വരും അതോ ഇങ്ങനെ വരുമോ? തേങ്ങ ഇതിപ്പോ പൊട്ടിയിരി അത്ര ഉള്ളു. ഇങ്ങോട്ട് ഇങ്ങോട്ട് അത്ര ഉള്ളു. ആവാഹിച്ച് കൊണ്ടുവന്ന എന്നടാ മഹാഭാവി. കിട്ടി. ആ ഇവിടെ നിങ്ങോട്ട്. ആ കിട്ടി. ഓക്കെ. കണ്ടോ, ഈ തക്കത്തിലൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ചൊക്കെ വേണം പോവാനായിട്ട്. അല്ലാതെ സിമ്പിളാന്നും പറഞ്ഞിട്ട് അങ്ങ് പോയാൽ നമ്മൾ ചമ്മി എവിടെയെങ്കിലും ചത്ത കിടക്കും. ഇതാണടാ ചത്ത കിടക്കും എവിടെയെങ്കിലും. അയം കിട്ടിയല്ലോ, അപ്പൊ പിന്നെ ചത്താ പോരെ. ബാക്കി പിന്നെ ചത്താ മതിയല്ലോ. അയം കിട്ടി, അപ്പൊ ചാവാം. എൻ്റെ അമ്മച്ചി, ഇതുങ്ങൾ എന്നെ വിടുന്നു ഒന്നില്ല. ഇതുങ്ങൾ എന്നെ ഉപദ്രവിച്ചിട്ടേ വിടത്തോള്. ഒരു പണിയുണ്ട്, എന്തെങ്കിലും ഒരു ഫുഡ് വേണം. പറ്റത്തില്ല അല്ലെങ്കിൽ. ആവശ്യത്തിന് അയൺ നമ്മൾ പറിച്ചെടുത്ത് ഇല്ലേ, പറിച്ചെടുത്തില്ലേ 8 അയൺ. ഇത് വെച്ചോണ്ട് എന്ത് ചെയ്യാനാണോ ആവോ, ആർക്കറിയാം. 8 അയൺ വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യാനാണ്. ഇതാ നമ്മൾ ഇത്രയും താരമായിരുന്നു നിൽക്കുന്നത്, ആലപ്പുഴ ഗംഗയുടെ പോലെ. ഏത് ഗംഗയായാലും ഏത് ജിങ്കയായാലും എനിക്കൊന്നുമില്ല. ഇങ്ങോടാ നൈറ്റ് സ്ട്രീം. മുരുക മുരുക ഉലി മുരുക അന്തന ലോകത്തിൽ ഉലി മുരുക മുരുക മുരുക.
സെറ്റിങ്സ് എങ്ങനെയാടാ സൗണ്ട് കുറയ്ക്കുന്നേ? എല്ലാ ഞാൻ ക്രിയേറ്റീവായ എനിക്ക് ക്രിയേറ്റീവായ എല്ലൊന്നും വേണ്ട, എനിക്ക് സാധാരണ എല്ല് മതി. അങ്ങനെയാണ് ഈ സെറ്റിങ്സ് സെറ്റിങ്സ് എനിക്ക് ക്ലാസിക് ആക്കണം. ഇത് ഓ ഇങ്ങനെ ക്രിയേറ്റീവ് ആക്കുന്നല്ലേ? കുറെ നാളത്തെ പരിശ്രമത്തിന് ശേഷം കണ്ടുപിടിച്ചു. നമ്മളെ ക്രിയേറ്റീവായിട്ട് നമ്മളെ കറക്റ്റ് 8 അരക്കിട്ടുണ്ട്. ഇനി ഇതും വെച്ചോണ്ട് എന്തെങ്കിലും അങ്ങ് ഉണ്ടാക്കാം. എന്തായാലും എടുത്തില്ലേ, കൈ വെച്ചേക്കാം. ഞാനായല്ലേ ക്രിയേറ്റീവായോ? ഞാൻ എനിക്കൊരു സംശയം, ഞാൻ ക്രിയേറ്റീവായോന്ന് അതെനിക്ക് തോന്നുന്നു. കേറിക്കോടാ, കേറിക്കോ, ഓടി കേറിക്കോടാ അകത്ത്. സാരമില്ല, എന്തായാലും എല്ലല്ലേ, പട്ടിയല്ലേ, കൊടുക്കാം. മോനുട്ടാ ചോട്ടാ ടേൺ ചെയ്യട്ടെ. ഇങ്ങനെ ടേൺ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവനെ. 2 എണ്ണം കൊടുത്ത ചെയ്യുമ്പോൾ ഇത്രയൊക്കെയാണ്. സീറ്റ് അത്ര ഈ എനിക്കൊരു കഥ പറഞ്ഞു തരട്ടെ. സൂപ്പറാണ്, സൂപ്പർ മാർക്കറ്റ് സൂപ്പറാണ് കേട്ടാടാ. നീ സൂപ്പറാന്ന് ഞാൻ പറഞ്ഞില്ലടാ. നീ സൂപ്പർ മാർക്കറ്റ് സൂപ്പർ അന്നൊക്കെയല്ലടാ ഞാൻ പറഞ്ഞേ. അമ്മ ഇവിടെ കമ്പ സ്റ്റിക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് കിടന്ന് ഉറങ്ങാം. നീ പിടിച്ച് ഏതെങ്കിലും വളിച്ച സാധനം വല്ലതും വരുന്നുണ്ടോ? ഇല്ല. അയ്യര് വാതിൽ തുറന്നിട്ടേക്ക് വരുന്നു ഇന്നലെ രാത്രി.
തീയിലൊന്നും കയറി നിൽക്കരുത് കേട്ടോ തന്നെ. ഇതേപോലെ പൊള്ളും. എൻ്റെ അമ്മയെ ഞാൻ പൊള്ളി. കുറച്ച് വന്നീനും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ ചൂടാക്കി വേവിച്ച് ഇന്നായിരുന്നു. എൻ്റെ ഈ എന്തോ ആക്സിൻ്റെ പവർ ആയിരുന്നു. അപ്പം ഞാൻ കുറച്ച് ആക്സിൻ്റെ പവർ ഇൻക്രീസ് ആക്കട്ടെ. എൻ്റെ അമ്മച്ചി ഇതോണ്ടാ വലിച്ചു വേണം. എൻ്റെ കയ്യിലിരുന്ന ഷീൽഡ് എവിടെ പോയി? കാണുന്നില്ലല്ലേ. ഭാഗ്യത്തിന് കുത്തിയിരുന്നതുകൊണ്ട് ഭാഗ്യം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തീർന്നേനെ. കുത്തിയിരുന്നതുകൊണ്ട് ഭാഗ്യം. ഓക്കെ, കുത്തിയിരുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഞാൻ താണ്ടി കിടക്കുമായിരുന്നേനെ. അവിടെ ഓടിച്ചാടി വന്നിട്ട് ഇങ്ങോട്ടൊരു ചാട്ടം ചാടാം. ഇങ്ങനെ എന്നെ ഇരിക്കണം. ഇവിടെ മച്ചാനെ ഇവിടെ ഒന്നും കേറി നിക്കരുത് കേട്ടാ. കുറെ നാളായിട്ട് വിചാരിക്കുവാണ് തള്ളിയിടുന്നു. തള്ളിയിട്ടല്ലേ ചാടാ, അല്ലെങ്കിൽ വേണ്ട. ആ ചാടാ, എല്ലാവരും പോയി ചാവ്. ചത്താ? ഓ സമാധാനം. ചത്തൽ ഭാഗ്യം. ഡയറക്റ്റെങ്കിലും ഉണ്ടായിരുന്നല്ലേ ഭാഗ്യം. അമ്മേ ഡോണ്ട് അമ്മേ. അയ്യോ ആടാ കുഞ്ഞു കോഴി, ഒരു കുഞ്ഞൻ കോഴി. കോരി കുഞ്ഞൻ കോരി, നിന്നെ കൊല്ലണോ എനിക്ക്? കുഞ്ഞൻ കോരി ആയാലും വലിയ കോഴി ആയാലും അതെനിക്കൊരു ഫ്രൈഡ് ചിക്കൻ പോലെയാ. അല്ല പിന്നെ ഓ മാസ് ഡയലോഗ്. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞു കോരിയായാലും വലിയ കോരിയായാലും അത് നമുക്ക് മനുഷ്യന്മാർക്കൊരു ഫ്രൈഡ് ചിക്കൻ പോലെയാണെന്ന്. ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? നമുക്ക് ഇതൊക്കെ ഒരു ഫ്രൈഡ് ചിക്കൻ പോലെയാണ്. പെട്ടെന്ന് കടിച്ചു പറിച്ചങ്ങ് തിന്നേ ഉള്ളൂ. പിന്നെ നിങ്ങളൊക്കെ എന്തുവാ ഈ നാട്ടിൽ കടിച്ചു പറിച്ച് തിന്ന? കോരിയല്ലേ? അതേപോലെ ഇവിടുത്തെ ആൾക്കാരും കോരിനെ തിന്നുന്ന, അതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പോൾ കമൻറ്റ് കോരി ഓർ മൈ ഡോഗ്. ഇവൻ്റെ പേരിടണമല്ലേ? നമുക്ക് ഇവൻ്റെ പേര് പിന്നെ ഒരു വീട് സെറ്റാക്കി കൊടുക്കണ്ടേ ഇവന്? ഇതൊക്കെ വേണം. ഇവന് രാത്രി വന്ന് കുറേ വേട്ടവാളിയന്മാർ പിടിച്ചോണ്ട് പോകും. കുറേ വളിച്ച സാധനങ്ങളുണ്ട് ഇവരെ കൂടെ ഇങ്ങനെ നടക്കുന്നു. ആ വളിച്ച സാധനങ്ങളൊക്കെ വന്നിട്ടങ്ങ് പിടിച്ചോണ്ട് പോകും എൻ്റെ പപ്പീനെ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇവനൊരു വീടുണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഇവനൊരു വീടുണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ മൈനിങ്ങിനൊക്കെ പോയേ. പറഞ്ഞ വാക്ക് പാലിച്ചേ കേട്ടാ. പറഞ്ഞ വാക്ക് പാലിച്ചേ, എല്ലാം ചെയ്തേ. ഇനി പറയരുത്. എന്ന് വെച്ചാൽ അതാണ് കാര്യം. സ്പീഡ് ഇച്ചിരിയും കൂടെ അപ്ഗ്രേഡ് ആക്കാനുണ്ട് തോന്നുന്നില്ല. ആടാ നമ്മൾ സെപ്റ്റിക് ടാങ്ക് പണിയില്ല. വാട്ട് സെപ്റ്റിക് ടാങ്ക് എന്ന് നിങ്ങൾ വിചാരിക്കും. അത് സെപ്റ്റിക് ടാങ്ക് സെപ്റ്റിക് ടാങ്ക് എനിക്ക് അറിഞ്ഞൂടെ. സെപ്റ്റിക് ടാമ്പ് അതോ ടിക് ടാമ്പ്, ഏത് കുക്കു ആയിക്കോട്ടെ. കുക്കു എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് വിളിച്ചു പറയുന്നേ. മുറിക്കട്ട്
ഇതൊക്കെ ഞാൻ കുറേ പ്രാവശ്യം മുറിച്ചതാണ്ട് ഇപ്പഴും മുറിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇത് മുറിയുന്നേ. അപ്പം നമ്മുടെ വീട് സെറ്റായിട്ടോ. നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ ഇപ്പൊ വേണ്ട എനിക്ക് ഇതാ വന്ന് കുളിരി. അത് നെയ്ബറിന്റെ പാട്ടായിരുന്നു. അത് നെയ്മറിന്റെ പാട്ടാണ് ഗൈസ്. പറഞ്ഞതുപോലെ എൻ്റെ ആകാശക്കോയിലെ മക്കളെ, എൻ്റെ ആകാശക്കോയിലെ നമുക്കിത് ഇതാക്കണം. എന്നിട്ട് ഇത് നേരെ പോയിട്ട് ഇവിടെ ഉണ്ടാക്കണം. എന്നിട്ട് നേരെ പോയിട്ട് ഇതുണ്ടാക്കണം. ഓക്കെ. അപ്പോൾ ഫാമിങ്ങിനുള്ള പകുതി സാധനങ്ങൾ റെഡി. എന്ന് വെച്ചാൽ വെള്ളം സെറ്റാ, സീഡ്സ് സെറ്റാ, ആ സാധനം സെറ്റാ. പിന്നെന്താ, പിന്നെ ഒന്നും വേണ്ട ഗൈസ്. പിന്നെ ഷവ്വൽ ഉണ്ടാക്കണം. നമുക്കൊരു ഷവ്വലിൻ്റെ ആവശ്യമുണ്ട്. ഷവ്വല് എക്സ്ട്രാ ഇത് വേണമല്ലേ? എക്സ്ട്രാ ഇത് ഈ രാത്രി ഇനി എവിടെ പോയി കണ്ടുപിടിക്കാനാടെ? ഇതങ്ങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? ഇങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. പിന്നെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണ്ടേ? അല്ലാതെ പിന്നെ എങ്ങനെയാണ് ഒരു ജീവിതം എന്ന് പറയുന്നത്? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ജീവിക്കണം. ഓക്കെ. സോഡുണ്ടല്ലോ, ഈ അയണിൻ്റെ സോഡ്. പിന്നെ അയൺ സോഡല്ലാതെ പിന്നെ കോടുണ്ടാവുമോ? അയ്യരിയാണെന്ത് എല്ലാം ഞാൻ തന്നെ പറയുന്നത്. എല്ലാം ഞാൻ തന്നെ പറയുന്നത്. ഓക്കെ. നമുക്ക് ഇനി ഇവിടെ ഇതിൻ്റെ അകത്ത് തന്നെ വേണോ? വെളിയിൽ പോരെ വിചാരിക്കും. വെളി മതി. എന്നാലും ലാവ ബക്കറ്റ് എങ്ങനെയാണോ അപ്പുറത്തെ വീട്ടിൽ സുരേഷനോട് ചോദിക്കാം. അതിനപ്പുറത്തെ വീടും ഇപ്പുറത്തെ വീടും എന്തുവാ ചോദിക്കാനായിട്ട്, കിന്നാരം പറഞ്ഞ് ചോദിക്കാനായിട്ട്. ഇത് വില്ലേജല്ല, സുരേഷൻ്റെ വീടുമല്ല, കുമാരൻ്റെ വീടുമല്ല, സുകുമാരൻ്റെ വീടുമല്ല. പിന്നെ ആരുടെ വീടാ അതെ? ദാറ്റ് ഈസ് വാസു വീട്. അത് തന്നെ, വളിവിട്ട വാസു. എടാ നീ വിട്ടാ സത്യം പറ, നീ വിട്ടാ? എന്ത് കഷ്ടാണിത്. ആപ്പിളാ ഇപ്പൊ കാണിച്ചേരാ. ആപ്പിള് വേണം. എടാ ആപ്പിള് വേണം. ഒന്നിനെ തല്ലി അങ്ങ് കൊല്ലാം. ഇറങ്ങിക്കോളും രാവിലെ തന്നെ. ഇന്നായിരിക്കും റെഡി ആക്കുന്നത്. നമുക്ക് കുറച്ച് ഇത് വേണമെന്ന് വെച്ചാൽ मेरा देश को भद्राही मारे कुमारे जाबा जाबा जबा 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 ഷവ്വല് എന്തോ എന്തേച്ചി ഇങ്ങ് വാ. ശരിയേച്ചി. ഇത് മറ്റേ കുത്തുന്ന സംഭവത്തിൻ്റെ പേരെന്തുവായിരുന്ന? സാധനത്തിൻ്റെ ഇതിൻ്റെ പേരെന്തുവാ? കോപ്പർ ഹോയ്. എന്തേച്ചി ഇങ്ങ് വാ. വന്നേച്ചി. എൻ്റെ അമ്മേ
വരണ്ട, അകത്ത് കയറിക്കോ. എൻ്റെ അമ്മേ. ടോമി, നിനക്ക് അടുത്ത എപ്പിസോഡിൽ ഒരു വീട് റെഡിയാക്കി തരുന്നതായിരിക്കും. ഒരു വീട്. എൻ്റെ അമ്മ, അത് എവിടുന്നാണേ? കേറിക്കിടന്ന് ഉറങ്ങട്ട്. എവിടുന്നാണ് സൗണ്ട്? എൻ്റെ അമ്മച്ചി. വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ വാടേ, ഞാൻ ഇപ്പൊ കേറ്റി തരാം നിന്നെയൊക്കെ. കയറി വാടാ. ചമ്മിപ്പോയി. അയ്യേ, ചമ്മിപ്പോയി. നമ്മൾ ഇനി ഇവിടെ ഒരു ഇതാക്കാൻ പോവാണ്, സെറ്റാക്കാൻ പോവാണ്. तेरा मेरा जीवन मेरा काला ഓക്കെ, നമ്മളിവിടെ ഇതാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇതെടുത്ത് ഇതാക്കണം. ഇവിടെ ഇതാക്കടാ ഇവിടെ. എന്നിട്ട് നമ്മളിവിടെ സീഡ്സ് ആക്കണം. സീഡ്സ് എൻ്റെ കയ്യിരുന്ന സീഡ്സ് എന്തിയടാ? എൻ്റെ കയ്യിരുന്ന സീഡ്സാ. എൻ്റെ കയ്യിൽ കുറച്ച് സീഡ്സ് ഉണ്ടായിരുന്നേ ചേട്ടാ, കളഞ്ഞു പോയി ആ സീഡ്സ്. എൻ്റെ സീഡ്സ് പോയിടാ. ആരാ എൻ്റെ സീഡ്സ് എടുത്താ? സീഡ്സ് പോയി. എൻ്റെ സീഡ്സ് ചെസ്റ്റ് വെച്ചേക്കുമായിരുന്നു. മറന്നുപോയി ഞാൻ. അത് വീണ്ടും എന്താ ഡയറക്റ്റായി ഇവിടെ കുത്തി വെക്കാം. ഓക്കെ, നമ്മളിനി ഇവിടെ വെള്ളം ഒഴിക്കാം. അതിന് ബക്കറ്റിങ് എടുത്ത് ബക്കറ്റ് അങ്ങനെ ഈ ഇവിടുന്ന് നമുക്ക് വെള്ളം കോരി എടുക്കണം. ഈ ബക്കറ്റിൽ നേരെ പോയിട്ട് ഇവിടെ വെള്ളം ഉണ്ടെങ്കിൽ കാര്യം നടക്കും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് ചെയ്യുന്നത്. അതേപോലെ അങ്ങോട്ടങ്ങ് ഇതാണ് പറയുന്നത്, പുരയുടെ അവിടെ തന്നെ കൊണ്ട് വീട് വെക്കണം. അപ്പം മനസ്സിലായോ റീസൺ എന്തുവാണെന്ന്? നമുക്ക് വേണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം ഇത് വെള്ളമായിട്ട്. അതുകൊണ്ട് ഇതൊക്കെ ഡാർക്കായിട്ട് തുടങ്ങുന്നുണ്ട് ഈ സാധനമൊക്കെ. ഓക്കെ, വേണ്ടാത്ത സാധനമെല്ലാം നമുക്ക് ഈ വെള്ളത്തിലോട്ട് എറിഞ്ഞങ്ങ് കളഞ്ഞാൽ ഇതെങ്കിലും ആവട്ടെ. എന്നാലും എന്നെ കാണിക്കാത്ത എന്നടേ? ഞാനെന്തിനകത്ത് ഞാനിപ്പോ ഇൻവിസിബിൾ ആയിട്ടാണല്ലേ. ഇവിടെ എന്നെ കണ്ട കയ്യിൽ ഷീൽഡില്ല. ഒരു ആക്സ് തനിയെ നടന്നു പോണ്. വേണ്ടേ കണ്ട, ഒരു ആക്സ് തനിയെ നടന്നു പോന്നു. കണ്ടടേ, ഒരു ആക്സ് തനിയെ ഇങ്ങനെ നടന്നു. വീണ് അമ്മേ വീണ്. എന്നാലും ഒരു ആക്സ് തനിയെ നടന്നു പോകുമെന്ന് പറയുമ്പോ ആരെങ്കിലും ചിരിക്കത്തില്ലേ ഇത് കണ്ടിട്ട്? നിങ്ങൾ ചിരിക്കുന്നോ? നിങ്ങൾക്ക് ചിരിക്കാൻ മുട്ടുന്നോ? ചിരിക്കുന്നു ഞാൻ. ചിരി ഈ സാധനം ഓടുകണ്ട. ഓക്കെ, ഒന്ന് ഡാർക്കാവ്. അവത്തെന്താ
വെച്ച സാധനമായിരുന്നു. എടുത്ത് വെക്കട്ടെ. ഷീറ്റ്സും പോയി. എന്ത് ചെയ്യാൻ? ഇങ്ങോട്ട് 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 അത്രയുള്ളു. എടുത്തോ. എടുക്കാൻ പറ്റത്തില്ലെന്ന് ആദ്യമേ പറഞ്ഞായിരുന്നെങ്കിൽ ഒരു ഇതായേനെ. അതെന്തായാലും അവിടെ ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കരിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ പോലെ തന്നെ നമുക്ക് നമ്മുടെ പപ്പിക്കുട്ടന് നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ പപ്പിക്കുട്ടൻ്റെ പേര് എല്ലാവരും കമൻറ്റ് ചെയ്യുക, നമ്മുടെ പപ്പിക്കുട്ടൻ്റെ പേര്. അല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഇടത്തില്ല കേട്ടോ. നിങ്ങളെന്തുവാ ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്യാണ്ടും ലൈക്ക് ചെയ്യാണ്ടും പറ്റിച്ച് ഒളിച്ചും പാത്ത് നടക്കുന്നവരെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നിരിക്കട്ടെ. ടോമിയാ പപ്പി, നീയേ ഉള്ളടാ എൻ്റെ കഥ കേൾക്കാൻ. നിനക്ക് ഞാൻ കഥ പറഞ്ഞു തരട്ടെ. എൻ്റെ ഒരു കഥയുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ടോമിയാ നമ്മുടെ പപ്പിക്കുട്ടന് ഒരു കഥ ഇങ്ങ് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ കഥ പറഞ്ഞു കൊടുക്കും. അപ്പോൾ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. തേങ്ങ ഇത്